സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നൌഫലാണ് ചേരുന്നത്. നൌഫൽ, എന്തൊക്കെയാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ്? എങ്ങനെയാണ്? അക്ഷയ് പറഞ്ഞതുപോലെ തന്നെയാണ്. അതിൽ അവസാനം വരുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം അടുത്ത 3 മണിക്കൂറിലാണ് കേരളത്തിൽ ഈ പറയുന്ന കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഈ പറയുന്നത് വരുന്ന 3 മണിക്കൂറിൽ രാത്രിയിൽ ഈ പറയുന്ന ജില്ലകളിൽ കടുത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല നാളത്തേക്ക് വരുമ്പോൾ അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിട്ടും മാറുകയാണ്. ഇന്ന് 4 ജില്ലകളിൽ, ഇന്ന് ഈ പറയുന്ന വടക്കൻ കേരളത്തിലാണ് കോഴിക്കോടും വയനാടും കണ്ണൂറും കാസർഗോഡും റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. ഈ 4 ജില്ലകൾ നാളേക്ക് വരുമ്പോൾ ഓറഞ്ച് അലർട്ടും, അഥവാ ഏറ്റവും പുതിയ വിവരങ്ങൾ പറയുന്നത് ഇന്ന് അർദ്ധരാത്രിയിൽ പത്തനംതിട്ടയിലും കൊല്ലത്തും, പത്തനംതിട്ടയിലും, ആലപ്പുഴയിലും, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുള്ളത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് ഈ വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഈ പറയുന്ന ഡാമുകൾ കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത് ഉൾപ്പെടെയുള്ള ഡാമുകൾ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം ഇപ്പോഴും മധ്യ കേരളത്തിലൊക്കെ പത്തനംതിട്ടയിലടക്കം ജനങ്ങൾ വീടുകളിലേക്ക് മാറിയിട്ടില്ല. അതേ സ്ഥിതി തുടരുമ്പോഴാണ് വീണ്ടും മഴ മുന്നറിയിപ്പിൽ മാറ്റമില്ലാതെ തന്നെ ശക്തമായ മഴ തുടരും എന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നത്. അക്ഷയ്.